ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോലും തോന്നില്ല. 24 hours ഇതിനകത്ത് തന്നെ ഇരിക്കാന്ന് വെച്ചാ? നെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ പേടിയാ. എന്നെ അന്വേഷിച്ച് ആ പാർവതി വന്നതാണോന്ന്. അവള് വരികയാണെങ്കിൽ വിശാൽ എന്ത് ചെയ്യും? എനിക്കറിയില്ല ഓമനക്കുട്ട. ഞാൻ നോക്കിയിട്ട് 2 വഴികളെ എന്റെ മുന്നിലുള്ളൂ. ഒന്നുകിൽ അവളെ കൊല്ലുക, ഇല്ലെങ്കിൽ ഞാൻ സ്വയം ഇല്ലാതാവുക. കൊല്ലുകയും ചാവുകയൊന്നും അല്ല ഈ പ്രശ്നത്തിനുള്ള പോകാൻ വഴി. പിന്നെ രണ്ടിനും മധ്യത്തിലുള്ളൊരു വഴിയുണ്ടോ നോക്കണം. ആലോചിച്ചു ഓമനക്കുട്ട. രാവും പകലും ഞാൻ അത് തന്നെ ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്നാ പിന്നെ നീ ഇവിടെ ആലോചിക്കും. ഞാനേ ആ സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ പോയിരുന്ന് ആലോചിക്കാം. കോഫി താഴോട്ട് വരാത്തത് കാണാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇതെന്താ നെറ്റിയിലൊരു പാട്? ഏയ് ഒന്നുമില്ല ഗാർഗി, ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റോ? എങ്ങനെ? എപ്പോ? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. ചെറിയമ്മേ, ഇത് കണ്ടില്ലേ? ബ്രോയ്ക്ക് എന്തോ ആക്സിഡന്റ് പറ്റിയെന്ന്. ബ്രോയ്ക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് ഞങ്ങൾ എന്താ അറിയിക്കാതിരുന്നേ? ബ്രോ ഇങ്ങോട്ടൊന്ന് വന്നേ, ഇങ്ങോട്ട് വാ. ഗാർഗി, നീ എന്താ ചെയ്യുന്നേ? ഇങ്ങോട്ടൊന്ന് വാ, എണീക്ക് വന്നേ. നീ എന്താ? വാ ഗാർഗി, വാ വന്നേ ഇങ്ങോട്ട്. വിട്. വരാനാ പറഞ്ഞ. എങ്ങനെയാ അപകടം ഉണ്ടായെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഗോപിയേട്ടാ, സ്വാമി ഒന്ന് വരുത്തിക്കൂടെ? എന്തൊക്കെയോ ദുസൂചനകൾ. എനിക്കാണെങ്കിൽ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. എന്താ കാര്യമൊന്നും അറിയാലോ. എന്തെങ്കിലും പൂജയോ പരിഹാരമോ വല്ലതും ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. സ്വാമി ഒന്ന് വരുത്ത്. വിശാലിനെ നമ്മൾ കൊല്ലാൻ നോക്കിയത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും തുറന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നുമില്ല. ആ മനസ്സിൽ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോടാ മക്കളെ. അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അച്ഛനല്ല വിശാലായിരിക്കും നമ്മളോട് കണക്ക് ചോദിക്കാൻ വരിക. അതൊരു 1.5 കണക്ക് ചോദിക്കലായിരിക്കും. കാരണം സ്വന്തം മോനെ പോലെ സ്നേഹിക്കുമെന്ന് പറഞ്ഞിട്ടാ അമ്മ ഈ പണി ഒപ്പിച്ചു വെച്ചത്. അത് വിശാലേട്ടൻ ഒരിക്കലും ക്ഷമിക്കില്ല. കണ്ടോ വിശാൽ ബ്രോയുടെ നെറ്റിയിലെ ഈ പാട്? ആക്സിഡന്റിൽ ഉണ്ടായതാ. ആക്സിഡന്റോ? ഈശ്വര, അമ്മ അറിഞ്ഞില്ലല്ലോ മോനെ. കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. മോനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോ അമ്മ എന്തുമാത്രം വിഷമിച്ചോന്ന് അറിയാമോ? മോനെ ആശുപത്രിയിലാണെന്ന് അമ്മ അറിഞ്ഞില്ലടാ മോനെ. എങ്ങനെയാടാ കുഞ്ഞെ നിനക്ക് അപകടം ഉണ്ടായേ? ബ്രേക്ക് ചവിട്ടിയിട്ടേ കാറ് നിന്നില്ല. പിന്നീട് പോലീസ് വന്ന് പരിശോധിച്ചപ്പോ ബ്രേക്ക് കേബിൾ കട്ട് ചെയ്ത നിലയിലായിരുന്നു. വിശാലിനെ കൊല്ലാൻ വേണ്ടി ബ്രേക്ക് കേബിൾ ആരോ കട്ട് ചെയ്തെന്ന പോലീസിന്റെ നിഗമനം. എന്റെ മോനെ കൊല്ലാൻ വേണ്ടിയോ? ആരാ ഈ മഹാപാപം ചെയ്തത്? ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത എന്റെ കുട്ടിയോട് ആർക്കാ ഇത്ര വലിയ ശത്രുത? ആരാന്നറിയില്ല. പക്ഷേ ആരായാലും പുഴുത്ത് പുഴുവരിച്ചേ മരിക്കൂ. അയ്യോ, അത് കേട്ടപ്പോ പ്രഭാവതി എന്തിനാ ഞെട്ടിയത്? അത് ഞെട്ടിയതല്ല, അത് ചെയ്തവൻ പുഴുവരിച്ച് മരിക്കുന്നത് ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കിയതാ. നരകിച്ചുള്ള മരണമായിരിക്കും അത്. തൊണ്ട പൊട്ടുമ്പോഴും ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയാതെ, വിശന്നു വയറ് കത്തുമ്പോഴും ഒരു പിടി അന്നം കഴിക്കാൻ കഴിയാതെ നരകിച്ച് നിലവിളിച്ച് ഇഞ്ചിഞ്ചായി മരിക്കും എന്റെ മകനെ കൊല്ലാൻ നോക്കിയവർ. ഇങ്ങനെ പ്രാഗല്ലേ? പ്രാഗിയാൽ എന്താ കുഴപ്പം? എന്താ പ്രഭാവതി, നീ എന്റെ മകനെ കൊല്ലാൻ നോക്കിയവരുടെ കൂട്ടത്തിലാണോ?
എന്റെ കുട്ടിയെ കൊല്ലാൻ നോക്കിയവന്റെ ഭാഗത്താണെന്നോ? അങ്ങനെ ചോദിക്കാൻ ഗോപിയേട്ടൻ എങ്ങനെ മനസ്സ് വന്നു? എന്റെ വിശാൽ മോൻ എന്റെ ജീവനാണെന്ന് ഗോപിയേട്ടനെ അറിയത്തില്ലേ? അറിയാം. അതുകൊണ്ട് എന്റെ കൂടെ നീ പ്രാഗ്. വിശാലിനെ കൊല്ലാൻ ആഗ്രഹിച്ചവർക്കൊരു സഹോദരൻ ഉണ്ടെങ്കിൽ അവനും വെള്ളമിറങ്ങാതെ ചാകണമെന്ന് നീ പ്രാഗ്. അതിനുവേണ്ടി പ്രാർത്ഥിക്ക്. അത് ചെയ്തയാൾക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെ കാറ് ഏതെങ്കിലും പാണ്ടിലോറിയുടെ അടിയിലേക്ക് പാഞ്ഞു കയറി അവർ ചതഞ്ഞരഞ്ഞു മരിക്കണേന്ന് പ്രാർത്ഥിക്ക്. ആക്സിഡന്റ് നടന്നത് ഇവരിപ്പോഴാണ് അറിയുന്നത്. ഞാൻ ആ കാൽ കാശിനെ കൊള്ളരുതാത്തവളെ കിട്ടിയത് അമ്മ അറിഞ്ഞിട്ടുമില്ല. ഭാഗ്യം. ഗാർഗി, നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് പോയി കിടന്നോട്ടെ. അദ്ദേഹം പ്രഭാവതിയും മക്കളെയും പ്രതാപനെയൊക്കെ കൊള്ളിച്ച പറഞ്ഞത്. ഞാൻ സംശയിച്ചതുപോലെ തന്നെയാണ് നടന്നിരിക്കുന്നതെങ്കിൽ വിശാൽ ഇപ്പോഴും അപകടത്തിൽ തന്നെയാ. സ്വാമി വന്നേ പറ്റൂ. ഞാൻ പറയുന്നത് കേക്ക്. അവിടെ നിൽക്ക്. ഒരാൾക്ക് അപകടം സംഭവിക്കാൻ പോകുന്നു അറിഞ്ഞിട്ടും നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നത് മഹാപാപമല്ലേ അമ്മേ? മോളെ, ഒരു ജീവന്റെ കാര്യമല്ലേ അമ്മ? ഒന്ന് സമ്മതിക്ക് മോളെ. ഇവളുടെ കരച്ചിലും വീഴ്ചലും ഇതുവരെ കഴിഞ്ഞില്ലേ? അയാൾ അവിടെ പുതിയ പെണ്ണന്വേഷണം തുടങ്ങി കാണും. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തി ചേച്ചി. നീ ഇവിടെ കിടന്ന് നിലവിളിച്ചിട്ടൊന്നും അയാൾ തിരിച്ചു വരാൻ പോകുന്നില്ല. പല്ലവി, നീ എനിക്കൊരു സഹായം ചെയ്യോ? സഹായോ? നിനക്ക് പുതിയൊരു ചെക്കനെ കണ്ടുപിടിച്ച് വരാനാണോ? ശ്രമിച്ചു നോക്കാന്നേ പറയാൻ പറ്റൂ. നിനക്കിനി പുതിയൊരു ചെക്കനെ കിട്ടാന്ന് പറഞ്ഞാ ഇത്തിരി പാടാ. ഇത്തിരി അല്ല, വലിയ പാടാ. നീ അവിടം വരെ ഒന്ന് പോവാവോ? എവിടം വരെ? അദ്ദേഹത്തിന്റെ വീട് വരെ. അദ്ദേഹം എന്ന് പറഞ്ഞാ വിശാലിനെയാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്തിന്? അവൻ ആരോ വിഷം കൊടുക്കാൻ പോകുന്നത്രേ. അകക്കണ്ണിൽ അങ്ങനെ ഒരു കാഴ്ച കണ്ടുന്ന്. അവൻ ചെയ്ത മഹാഭാവത്തിന് ദേവി കൊടുത്ത ശിക്ഷയെന്ന് പറഞ്ഞിട്ടും ഇവൾക്ക് മനസ്സിലാവണ്ടേ? അപ്പൊ തൊട്ട് പോണം പോണെന്ന് പറഞ്ഞുള്ള കരച്ചില. എന്റെ കഴുത്തിൽ താലി കിട്ടിയ ആളായതുകൊണ്ടൊന്നും അല്ല. അറിഞ്ഞുകൊണ്ട് ഒരാളെ അപകടത്തിലേക്ക് തള്ളിവിടാൻ വയ്യ. ഞാൻ അവിടെ പോയാ തിരിച്ചു വരുമ്പോ അമ്മ ജീവനോട് ഉണ്ടാവില്ലെന്നാ പറയുന്നത്. അതുകൊണ്ടാ നിന്നോട് ഞാൻ സഹായം ചോദിച്ചത്. അവിടെ വരെ പോയിട്ട് ചേച്ചി ഇങ്ങനൊരു കാഴ്ച മനക്കണ്ണിൽ കണ്ടുന്ന് അദ്ദേഹത്തിന്റെ അച്ഛനോടൊന്ന് പറഞ്ഞിട്ട് നീ അപ്പൊ തന്നെ തിരിച്ചു പോന്നോ? അതിന് അയാളുടെ വീട് എനിക്ക് അറിയണ്ടേ? നിനക്കറിയോ അയാളുടെ വീട് എവിടെയാണെന്ന്? അദ്ദേഹത്തിന്റെ വീട് അറിയില്ല അല്ലേ? നിങ്ങളുടെ വിവാഹം നടത്തി തന്ന മുത്തശ്ശൻ അറിയോ അയാളുടെ വീട് എവിടെയാണെന്ന്? അത് മോളെ, മുത്തശ്ശനും അറിയില്ല. പട്ടണത്തിൽ നിന്ന് വന്ന സുന്ദരനും കാശുകാരനും ആയ ചെക്കനെ കണ്ടപ്പോ മുത്തശ്ശന്റെയും ചേച്ചിയുടെയും കണ്ണ് തള്ളിപ്പോയി. ആരാ എവിടുന്നായി എങ്ങനെയാന്നൊന്നും നോക്കാതെ കെട്ടും നടത്തി. ഇനി അനുഭവിച്ചോ? ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊരമ്മ? പല്ലവി, അദ്ദേഹവും അദ്ദേഹത്തിന്റെ അച്ഛനും ആശുപത്രി കിടന്നതല്ലേ? ആശുപത്രിയിൽ അന്വേഷിച്ച അവരുടെ വിലാസം കിട്ടും. നീ ഇപ്പൊ തന്നെ ചെന്ന്. എനിക്കങ്ങ് വയ്യ പല്ലവി. നീ ഇവിടെ കിടന്ന് വെപ്രാളം കാണിക്കുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്ത. കഴുത്തിലുള്ള ഈ താലി പൊട്ടിച്ചു കളഞ്ഞിട്ടേ ചേച്ചിയുടെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. മുത്തശ്ശ, ഒരു ജീവൻ രക്ഷിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. മുത്തശ്ശനെങ്കിലും ഒന്ന് പോവോ? ഞാൻ പോയാൽ ദേവിക്ക് വിളക്ക് നിവേദ്യമൊക്കെ നൽകാൻ ആരാ ഉള്ളത് മോളെ? അതൊന്നും മുടങ്ങാൻ പാടില്ലെന്ന് മോൾക്കറിയില്ലേ? ഉദയന്നൂരമ്മ മനക്കണ്ണിൽ കാണിച്ചു തരുന്ന ഒന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. അദ്ദേഹത്തെ ആരോ വിഷം കൊടുത്ത് കൊല്ലും. എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധമായിരിക്കും പിന്നെ എന്റെ മനസ്സിൽ മുഴുവനും. ആ കുറ്റബോധമായിട്ട് ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. ഞാനും മരിക്കും. മോളെ, അവിടെ ചെന്ന് ഈ വിവരം അറിയിച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ തിരിച്ചു വന്നോളാം അമ്മ. സമ്മതിക്കില്ലേ? മോളിത്രയും പറഞ്ഞിട്ട് അമ്മ അനുസരിച്ചില്ലെങ്കിൽ ഉദയനൂരമ്മ പോലെ എന്നോട് മുഷിയും. നീ പോയിട്ട് വാ മോളെ.
വണ്ടിക്കൂലി ഉണ്ടോ നിന്റെ കയ്യില്? ഇത് കയ്യിൽ വെച്ചോ. അത് ഞാൻ ഓർത്തില്ല മുത്തശ്ശ. ഇരിക്കട്ടെ, ഇത് വെച്ചോ. ഈ ചേച്ചിക്ക് ഭ്രാന്ത. അത് അദ്ദേഹം ഞങ്ങളെ പ്രാഗിയതാണോ അതോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അദ്ദേഹം പ്രാഗിയത് നമ്മളെ തന്നെയാണോ? അതിലെന്താ ഇത്ര സംശയിക്കാനിരിക്കുന്നെ? അച്ഛൻ ക്ലിയറായി പറഞ്ഞില്ലേ, വിശാലിനെ കൊല്ലാൻ നോക്കിയ ആളും അയാളുടെ സഹോദരന്റെ മക്കളും നരകിച്ച് മരിക്കുമെന്ന്. ആ അപകടം ആസൂത്രണം ചെയ്ത് അമ്മയാണെന്ന് അച്ഛനെ പിടികിട്ടിയിട്ടുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്തത് ഞാനും ചേട്ടനും അങ്കിളും കൂടിയാണെന്നും അച്ഛന് മനസ്സിലായിട്ടുണ്ട്. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അച്ഛൻ ഉദ്ദേശിച്ചത് നമ്മളെ തന്നെയാ. അങ്ങനെയാണെങ്കിൽ ആ അപകടത്തിന് പിന്നില് നമ്മളാണെന്ന് അദ്ദേഹം വിശാലിനോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? പക്ഷേ വിശാലിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും അതിന്റെ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപകടം ഉണ്ടായത് അവൻ നമ്മളെ അറിയിച്ചില്ല, ചേച്ചി പോലും അറിയിച്ചില്ല. അത് ചേച്ചിക്ക് വിഷമാവെന്ന് കരുതിയിട്ടാണെങ്കിലോ? ഇവിടെ വന്നിട്ടും അവൻ ചേച്ചിയുടെ അടുത്ത് വന്നില്ലല്ലോ, ഗാർഗി കൂട്ടിക്കൊണ്ടു വന്നതല്ലേ. അത് അങ്കിള് പറഞ്ഞ ശരിയാണല്ലോ. ചേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ വന്ന ഉടനെ തന്നെ അമ്മയടുത്തേക്ക് വരുമായിരുന്നു. ചേട്ടൻ അമ്മയുടെ അടുത്തേക്ക് വരാൻ എന്തോ ഒരു മടിയുണ്ട്, അതുറപ്പാ. അതിന്റെ കാരണം ഇതാണോന്നൊന്നും എനിക്കറിയില്ല. ഇതല്ലെങ്കിൽ അച്ഛനും ചേട്ടനും അമ്മയിൽ നിന്ന് എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. ചേച്ചി ഒരു കാര്യം ചെയ്യ്, വിശാലിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്ക്. ചേച്ചി മനസ്സ് വിചാരിച്ച കഴിയും. ഞാനുണ്ടാക്കിയതാ, ഇതുവരെ പരീക്ഷിക്കാത്തൊരൈറ്റോ. എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. ദാ നല്ലതാണെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ വീഡിയോ എന്റെ ചാനലിൽ ഇടാനാ. അഭിപ്രായം പറയണേ. അച്ഛന്റെയും മോന്റെയും മനസ്സിൽ എന്താണെന്ന് വിശാലിനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. മാഡത്തിന് ഒരു അഡ്രസ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. രണ്ടുപേരുടെയും ഫയല് ഇവിടെ തന്നെയുണ്ട്. രണ്ടിലും ഒരേ അഡ്രസ്സാ കൊടുത്തിരിക്കുന്നത്. ഒരു പേപ്പർ തന്നെ. ഇതാ മാഡം. ചേച്ചി കേട്ടോന്ന് വാ, കണ്ടില്ലേ? കേട്ടോന്നേ, കണ്ടില്ലേ? തിരിച്ചു വന്നതിന് ശേഷം അവൻ എപ്പോഴും ഈ ഇരിപ്പും ആലോചനയും തന്നെയാണ്. വിവിൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നേ. അവന്റെ മനസ്സിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ആ ആലോചന കണ്ടാൽ അറിയാം. അവൻ പറയാൻ മടിക്കുന്ന രഹസ്യം അതെന്തായാലും അത് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടോ? മോനെ, മോനെ വിശാൽ, എന്റെ മോനെ ആരോ കൊല്ലാൻ നോക്കിയെന്നറിഞ്ഞ നിമിഷം എന്റെ ചങ്കിടിപ്പ് നിന്നതുപോലെ തോന്നി. നേരെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഒരു ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. അതിന്റെ പ്രസാദം ഇത്. ഇനി എന്റെ മോനെ ഒരു ശത്രുവിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. മോൻ കിടന്നോ?
മോനെ മോനെ ആ അമ്മേ അമ്മേ അയ്യോ അമ്മേ അമ്മേ ചേച്ചി അമ്മേ അമ്മേ എന്താ അമ്മേ ചേച്ചി അമ്മേ അമ്മേ വിനി കുറച്ച് വെള്ളം എടുത്തുണ്ടോ അമ്മേ അമ്മേ എന്താ പറ്റിയേ അമ്മേ അമ്മേ ചേച്ചി കണ്ണ് തുറക്കമ്മേ അമ്മേ അമ്മേ പിടിക്കാം അങ്ങോട്ട് കേട്ടോ അമ്മേ വെള്ളം അമ്മേ അമ്മേ നീ എന്നേ അമ്മേ 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 ചേച്ചി അമ്മേ വിശാൽ അമ്മേ എന്താ പറ്റിയേ ഞാൻ അപ്പോഴേ ചേച്ചിയോട് പറഞ്ഞല്ലേ ഇങ്ങനെ തിന്നാതെയും കുടിക്കാതിരുന്ന ഒരു ദിവസം വീണ് പോകത്തേ ഉള്ളൂന്ന് അതങ്ങനെ പറഞ്ഞ അനുസരിക്കില്ലല്ലോ അമ്മ ആഹാരം കഴിക്കാറില്ലെന്നോ എടാ നിങ്ങളന്ന് പോയില്ലേ അതിനുശേഷം നിങ്ങൾ ഫോൺ വിളിച്ച പോലും ഇല്ലല്ലോ രണ്ടുപേരുടെ ഫോണിലേക്ക് ചേച്ചി മാറി മാറി വിളിച്ചു രണ്ടുപേരും ഫോൺ എടുത്തില്ല അതിനുശേഷം ചേച്ചി ആദ്യ പിടിച്ച് നടക്കായിരുന്നു ഇവിടെ ആഹാരം വേണ്ട വെള്ളവും വേണ്ട തല്ലി അനുസരിപ്പിക്കാൻ പറ്റും എനിക്ക് എന്റെ മൂത്തയായി പോയില്ലേ എന്താ അമ്മ ഇത് മോനെ നിന്റെ വിവരമൊന്നും അറിയാതെ കഴിക്കാൻ തോന്നുമോ അമ്മയ്ക്ക് കഴിച്ചാൽ തന്നെ തൊണ്ടേന്നത് ഇറങ്ങോ ഈ അമ്മയുടെ ഒരു കാര്യം ദേ ഞാൻ തിരിച്ചു വന്നില്ലേ ഇനിയും പട്ടിണി കിടക്കണോ ഇവനെ അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ടോ ചില വെള്ളം ഇതാ ഇതാ ഇങ്ങിതാ ഞാൻ കൊടുക്കാം കൊടുക്ക ഇത്തിരി വെള്ളം കുടിക്കേ വാമ്മേ മുറി ചെന്ന് കിടക്കാം വാ വേണ്ട മോനെ ഞാൻ എന്റെ മോന്റെ അടുത്തിരുന്നോളാം മോനെ നീ അമ്മയുടെ അടുത്തുനിന്ന് എങ്ങും പോവല്ലേ അമ്മയുടെ കൂടെ ഉണ്ടാവണേ ഇങ്ങിതാ അമ്മയ്ക്ക് ഞാൻ കൊടുക്കാം അമ്മേ ഇത് കഴിക്കാമേ അപകടം വരുത്തിയത് അമ്മയാണെന്ന് അറിഞ്ഞിട്ടില്ല അറിഞ്ഞെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കില്ലല്ലോ എന്തായിരിക്കും എന്റെ മനസ്സിലുള്ള രഹസ്യം ഇനി അതാണ് അറിയേണ്ടത് മതി മോനെ കഴിക്ക് ഇത് കൂടി കുറച്ചേ ഉള്ളൂ കഴിക്കേ മതി ഞാൻ കൈ കഴുകിയിട്ട് വരാം ശരി നോക്കിക്കോ ശരി അയ്യോ ചേട്ടൻ പോയിട്ടോ ചേച്ചിയുടെ ഈ പ്ലാൻ എന്തെങ്കിലും വർക്കൗട്ട് ആയി കേട്ടോ വരുന്നുണ്ട് ചേച്ചി ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ വിശാൽ മോനെ വിശാൽ എനിക്ക് മോന്റെ അടുത്തിരിക്കണോ മോനെ മോനെ അമ്മയൊരു കാര്യം ചോദിക്കട്ടെ തിരിച്ചു വന്നിട്ടും മോൻ എന്താ അമ്മയെ കാണാൻ വരാതിരുന്നേ മോൻ വരുന്നുണ്ടോന്ന് നോക്കിയിരിക്കല്ലായിരുന്നോ ഈ അമ്മ അതമ്മേ ഞാൻ നിന്റെ മനസ്സില് എന്തോ ഒരു രഹസ്യമുണ്ട് അമ്മയോട് പറയാൻ മടിക്കുന്ന ഒരു രഹസ്യമോ എന്താ സത്യമല്ലേ മോനെ അതമ്മേ മോനോട് പറയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോ അമ്മയ്ക്ക് പക്ഷെ മോൻ ഞാൻ നിന്റെ സ്വന്തം അമ്മ അല്ലാത്തോണ്ടാ രണ്ടാനമ്മയല്ലേ ഞാൻ അതുകൊണ്ടായിരിക്കും എന്നിൽ നിന്ന് നീ മറച്ചു പിടിക്കുന്നത് അമ്മയോട് പറഞ്ഞാലെങ്കിലും എന്റെ മനസ്സിലെ ഭാരം അല്പം കുറയും ഭഗവാനെ ആ സ്ഥലത്തേക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്നോ ഇവിടുന്ന് അവിടേക്ക് വാഹന സൗകര്യം ഉണ്ടോന്നോ ഒന്നും എനിക്കറിയില്ല ഒന്നു മാത്രം എനിക്കറിയാം അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് അദ്ദേഹത്തിന് ആപത്ത് എന്തെങ്കിലും വരുന്നതിന് മുമ്പ് എന്നെ അവിടെ എത്തിക്കണേ ഭഗവാനെ കൈവിടല്ലേ ഈശ്വരന്മാരെ